ഗോത്രങ്ങൾ പതിയിരുന്ന് കൊള്ളയടിച്ച് അതിൽ നിന്നും പുരുഷന്മാരെ വെട്ടിക്കൊന്ന് അതിലെ സ്ത്രീകളെ പിടിച്ചടക്കി അതിൽ കുറേ പേരെ ബന്ദികളാക്കി അവരെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി. ഇത് ഹദീസല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇവർ ചെയ്ത കാര്യമാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോയി അവരെ ക്യാപ്റ്റീവ്സായിട്ട് പിടിക്കുന്നു. സബയ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പരീക്ഷ അടുത്ത ദിവസം വരുന്നുണ്ട്, എല്ലാവരും മറക്കാതെ സൂക്ഷിച്ച് വെച്ചോളൂ. അങ്ങനെ കൊണ്ടുപോയി പിടിച്ചു വെച്ച് അവരെ ഇതുപോലെ ക്യാപ്റ്റീവ്സാക്കി അവരെ സെക്സ് സ്ലേവ്സ് ആക്കി മാറ്റുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് വിമൻസ് ഡേ ആണല്ലോ, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അപ്പോൾ ഇന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വാർത്തയായിട്ടും കൂടി ഇത് മാറി എന്നുള്ളത് മറ്റൊരു യാദൃശ്ചികയാണ്. മറ്റൊരു സുഖം എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും ഒരു സുഖം. അങ്ങനെ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇസ്ലാമിന് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യാറില്ല ഇസ്ലാം എന്നാണ് പറയാറ്. കാരണം അവരെ സ്വന്തം വസ്തുക്കളാണ്. അവരെ വിൽക്കാനും വാങ്ങാനും പിടിക്കാനും തൊടാനൊക്കെ പറ്റുന്ന